ഡിജിറ്റൽ നിഴലുകൾ. പിറ്റേന്ന് രാവിലെ മാധവ് ഉണർന്നത് ഒരു പുതിയ പ്ലാനുമായിട്ടാണ്. മീര അടുക്കളയിൽ തിരക്കിലായിരുന്നപ്പോൾ അയാൾ അവളുടെ ഫോൺ ഒന്നുകൂടി കയ്യിലെടുത്തു. രാത്രി താൻ കണ്ട ആ മെസ്സേജ് അവൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയാനായിരുന്നു അയാളുടെ വെമ്പൽ. ഇല്ല, അതവിടെ തന്നെയുണ്ട്. പക്ഷേ മാധവിനത് പോരായിരുന്നു. അവൾ കാണാത്തപ്പോൾ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? മായ്ച്ചു കളയുന്ന മെസ്സേജുകൾ എങ്ങനെ കാണാം? ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ മാധവിന്റെ ചിന്ത മുഴുവൻ ഒരു സ്പൈ ആപ്പിനെക്കുറിച്ചായിരുന്നു. ഗൂഗിളിൽ തെരഞ്ഞ് അയാൾ ഒരു ആപ്പ് കണ്ടെത്തി. ഫോണിലെ സന്ദേശങ്ങളും ലൊക്കേഷനും, എന്തിന് ഫോൺ കോളുകൾ പോലും റെക്കോർഡ് ചെയ്ത് അയച്ചു തരുന്ന ഒരു വിദ്യ. അന്ന് വൈകുന്നേരം മീര ചായയുമായി വന്നപ്പോൾ മാധവ് വളരെ സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി. മീരെ, നിന്റെ ഫോണൊന്ന് തന്നേ, അതിലൊരു പുതിയ സെക്യൂരിറ്റി അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, ഞാനതൊന്ന് ശരിയാക്കി തരാം. മീര ഒന്നും സംശയിച്ചില്ല. ഓ ശരി മാധവേട്ട, ദാ ഇരുന്നോളൂ. അവൾ ഫോൺ നൽകി അടുക്കളയിലേക്ക് പോയി. ആ 10 മിനിറ്റ് കൊണ്ട് മാധവ് ആ സോഫ്റ്റ്വെയർ അവളുടെ ഫോണിൽ ഒളിപ്പിച്ചു വെച്ചു. ഇനി അവൾ എവിടെ പോയാലും ആരോട് മിണ്ടിയാലും തന്റെ ലാപ്ടോപ്പിൽ അതിന്റെ വിവരങ്ങളെത്തും. ഒരുതരം ആശ്വാസം അയാളുടെ മുഖത്ത് പടർന്നു. പക്ഷേ അത് സമാധാനമായിരുന്നില്ല, മറിച്ച് ഒരു വേട്ടക്കാരന്റെ വിജയാരവമായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ മാധവ് ഓഫീസിലിരുന്ന് മീരയെ നിരീക്ഷിക്കാൻ തുടങ്ങി. ഉച്ചയ്ക്ക് 1 മണി, മീര സ്റ്റാഫ് റൂമിലുണ്ട്. 2 മണി, അവൾ ക്ലാസ്സിലാണ്. 3 മണി, അവൾ പ്രകാശിന്റെ അടുത്തുകൂടി നടന്നുപോയി. ഇങ്ങനെ ഓരോ നിമിഷവും അയാൾ ട്രാക്ക് ചെയ്തു. ഒരു ദിവസം വൈകുന്നേരം മീരയുടെ ഫോണിലേക്ക് ഒരു അജ്ഞാത നമ്പറിൽ നിന്ന് കോൾ വന്നു. മാധവ് ഉടൻ തന്നെ തന്റെ ഡാഷ്ബോർഡ് തുറന്നു. കോൾ റെക്കോർഡിംഗ് പ്ലേ ചെയ്തു. ഹലോ മീര, സുഖമല്ലേ? ഞാൻ പ്രസാദാണ്, നിന്റെ പഴയ ക്ലാസ്മേറ്റ്. അപ്പുറത്തു നിന്നൊരു പുരുഷ ശബ്ദം. മീര ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു, പഴയ കാര്യങ്ങൾ ഓർക്കുന്നു. മാധവിന്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. അയാൾ കേട്ടത് വെറുമൊരു സൗഹൃദ സംഭാഷണമായിരുന്നില്ല, പകരം തന്നെ ചതിക്കാനുള്ള ഗൂഢാലോചനയായിട്ടാണ് അയാൾക്ക് തോന്നിയത്. അന്ന് രാത്രി മീര ഭക്ഷണം വിളമ്പുമ്പോൾ മാധവ് ചോദിച്ചു, ഇന്ന് ആരെങ്കിലും വിളിച്ചിരുന്നോ? മീര ഒരു നിമിഷം ആലോചിച്ചു. ഇല്ലല്ലോ. ആ, പഴയൊരു ഫ്രണ്ട് പ്രസാദ് വിളിച്ചിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് വിളിക്കുന്നത്. നീ അത് എന്നോട് പറയാത്തതെന്താ? മാധവിന്റെ ശബ്ദമുയർന്നു. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ ആരോട് സംസാരിക്കണമെന്നുപോലും ഇനി നിങ്ങളോട് ചോദിക്കണോ? മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. നീ എന്നെ കുറ്റപ്പെടുത്തേണ്ട മീരെ, നിന്നെ സംരക്ഷിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നിനക്കെനിക്കില്ലേ? എന്തിനാ പഴയ കൂട്ടുകാരും നാട്ടുകാരും? മാധവ് അവളുടെ ഫോൺ പിടിച്ചുവാങ്ങി. ഇനി മുതൽ ഇതിൽ പാസ്വേഡ് പാടില്ല. നിനക്കെന്നിൽ നിന്ന് എന്തെങ്കിലും ഒളിക്കാനുണ്ടോ? മീര നിശബ്ദയായി. അവളുടെ ലോകം ചുരുങ്ങുകയാണ്. തന്റെ സ്വകാര്യതയിലേക്ക്, തന്റെ ആത്മാഭിമാനത്തിലേക്ക് ഒരാൾ കത്തിവെക്കുന്നത് അവൾ വേദനയോടെ അറിഞ്ഞു. താൻ സ്നേഹിക്കുന്ന മനുഷ്യൻ പതുക്കെ ഒരപരിചിതനായി മാറുന്നത് അവൾ കണ്ടു. പക്ഷേ മാധവ് നിർത്തില്ല. അടുത്ത ദിവസം അയാൾ അവരുടെ സ്കൂളിലെത്തി. ദൂരെ മാറി നിന്ന് അവൾ ആരുടെയൊക്കെ കൂടെ നിൽക്കുന്നു എന്ന് ബൈനോക്കുലറിലൂടെ നോക്കാൻ തുടങ്ങി. സംശയമെന്ന വൈറസ് ഇപ്പോൾ അയാളുടെ ബുദ്ധിയെ പൂർണ്ണമായും കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അടുത്ത അധ്യായത്തിൽ മാധവിന്റെ ഈ രഹസ്യ നിരീക്ഷണം മീര കണ്ടുപിടിക്കുമോ? ഒരു ചെറിയ മിസ്ഡ് കോൾ അവരുടെ ജീവിതത്തിൽ വലിയൊരു കൊടുങ്കാറ്റുണ്ടാക്കുന്നതെങ്ങനെയെന്ന് നോക്കാം.